ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനലുവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ചരിത്രവിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 40-ാം പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. 38-ാമത്തെ ക്ലാസ്സാണ്. ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയ പുസ്തകത്തിലെ പേജ് നമ്പർ 212 മുതൽ 214 വരെയുള്ള പേജുകളിലാണ് 40-ാം പാഠം ഉൾക്കൊണ്ടിരിക്കുക. ഒരു നിമിഷം പ്രാർത്ഥനാപൂർവമായിരിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വർത്തമാന പുസ്തകത്തെക്കുറിച്ച് ഞങ്ങളുടെ പഠനങ്ങൾ, ക്ലാസ്സുകൾ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടുതൽ കൃപയിൽ മുന്നോട്ട് പോകുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈശോയെ, നിൻ്റെ തിരുഹൃദയത്തിന് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ലാസ് നടത്തുന്നവരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ക്ലാസ് കൂടുന്നവരെയും ഇതിൻ്റെ പ്രചാരമായിരിക്കുന്നവരെയും എല്ലാം ഈശോയെ നിൻ്റെ തിരുഹൃദയത്തിൽ സ്ഥാനം നൽകിക്കൊണ്ട് ഞങ്ങളുടെ സഭയെ സ്നേഹിക്കുവാനും സഭയെ മനസ്സിലാക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 40-ാം പാഠമാണ് ക്ലാസ് എടുക്കുക. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിലെ 40-ാം പാഠത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ വിശകലനം നടക്കുക. ജനോവ നഗരത്തിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ സാമൂഹിക ഭരണ വ്യവസ്ഥകളുമാണ് ഈ ഭാഗത്തെ പ്രധാന ആകർഷണ ഭാഗങ്ങൾ. സാധാരണ ക്ലാസ് പോലെ തന്നെ നമ്മൾ 5 ആശയങ്ങളിലായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സും തയ്യാറാക്കിയിരിക്കുക. സാധാരണ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ വർത്തമാന പുസ്തകത്തിൻ്റെ ഭാഗം കൂടി നിങ്ങളൊന്ന് വായിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പേജ് നമ്പർ പറയുക. ഈ പ്രാവശ്യത്തേത് 212 മുതൽ 214 വരെയുള്ളതാണ് എന്ന്. ഒന്നാമത്തെ ആശയം ജനോവ നഗരത്തിൻ്റെ ഘടനയാണ്. ഇറ്റലിയിലെ ഒരു പ്രധാന തുറമുഖ നഗരമാണ് ജനോവ. ഭൂമിശാസ്ത്രപരമായി ഇടുങ്ങിയ സ്ഥലത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. സ്ഥലപരിമിതി മൂലം കെട്ടിടങ്ങൾ 7-8 നിലകളിലായി ഉയരത്തിലാണ് പണിതിരിക്കുന്നത്. റോഡുകൾ വളരെ ഇടുങ്ങിയതായതിനാൽ നട്ടുച്ചയ്ക്കും സന്ധ്യയായതുപോലെ തന്നെ തോന്നും. തെരുവുകളിലെ തിരക്കും ഇടുങ്ങിയ വഴികളും കാരണം ആളുകൾ തേരിനു പകരം പല്ലക്ക് പോലെയുള്ള കസേരകളാണ് സഞ്ചരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. രണ്ടാമത്തെ ആശയം സാമൂഹിക ക്ഷേമവും തൊഴിൽശാലയും. ലിസ്ബണിലേതുപോലെ ദരിദ്രർക്കും മടിയന്മാർക്കും വേണ്ടി ജനോവയിൽ ഒരു വലിയ മന്ദിരം സ്ഥാപിച്ചിട്ടുണ്ട്. പിച്ചുതണ്ടി നടക്കുന്നവരെ ഇവിടെ പ്രവേശിപ്പിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള തൊഴിലുകൾ പഠിപ്പിക്കുന്നു. പരിശീലനത്തിന് ശേഷം അവർക്ക് അവിടെ തന്നെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സഹായധനം വാങ്ങി പുറത്തുപോയി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മടിയെ തുരുത്താനും തൊഴിലില്ലായ്മയെ പരിഹരിക്കാനുമുള്ള മികച്ച മാതൃകയാണിത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് നല്ലതാണെന്ന് തോന്നുമല്ലേ? ഇത് കേൾക്കുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വർത്തമാന പുസ്തകത്തിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ആധുനിക നമ്മുടെ ജീവിതശൈലിയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളും പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിച്ചു നിണ്ടുന്ന ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇങ്ങനെ തൊഴിലൊക്കെ പഠിപ്പിച്ച് അവരുടെ ജോലി ചെയ്യാനും സഹായധനം വാങ്ങി ഇതുപോലെ തന്നെ പുറത്തുപോയി ജീവിക്കാനൊക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി അവരെ ഒന്ന് പരിശീലിപ്പിക്കുന്നത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ ആശയത്തിലേക്ക് നമുക്ക് പോകാം. ഭരണ സംവിധാനമാണ്. ജനോവ ഭരിക്കുന്നത് ഒരു രാജാവല്ല, മറിച്ചൊരു പ്രഭുസഭയാണ്. പ്രഭുസഭയുടെ തലവനെ ദോജെ എന്ന് വിളിക്കുന്നു. പാരമ്പര്യമായല്ല, തിരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹത്തെ നിശ്ചയിക്കുന്നത്. 3 വർഷം കൂടുമ്പോൾ തലവനെ മാറ്റും. ഭരണത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്നതിനാൽ ഒരിക്കൽ ദോജെ ആയ വ്യക്തിക്ക് പിന്നീട് നഗരത്തിന് പുറത്തു പോകുവാൻ അനുവാദമില്ല. മരണം വരെ നഗരത്തിനുള്ളിൽ തന്നെ അദ്ദേഹം കഴിയണം. നാലാമത്തെ ആശയം മരിയഭക്തിയും നഗര സംരക്ഷണവും. ജനോവക്കാർ വലിയ മരിയ ഭക്തരാണ്. നഗരത്തിൻ്റെ ഐശ്വര്യം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. നഗരമതിലിൻ്റെ പ്രധാന കവാടത്തിന് മുകളിൽ മറിയത്തിൻ്റെ രൂപം അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ നഗരത്തിൻ്റെ കാവലാളായി എന്നെ വച്ചിരിക്കുന്നു എന്ന വാക്യം അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. അഞ്ചാമത്തെ ആശയം കാലാവസ്ഥയും മിഷണറിമാരുടെ സന്ദർശനവും. ശൈത്യകാലമായതിനാൽ മൽപ്പാന്
കത്തനാരോടൊപ്പം ഉണ്ടായിരുന്ന ഗുരുവാണ്. കഠിനമായ വാദം പിടിപെട്ടു. തുടർന്ന് വൈദ്യസഹായം തേടേണ്ടി വരുന്നു. ഈ സമയത്ത് കേരളത്തിൽ മിഷണറി ആയിരുന്ന യോഹന്നാൻ ആന്ത്രയോ എന്ന പാതിരി അവരെ സന്ദർശിക്കുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തു. വികാരി അപ്പസ്തോലിക്ക ആയ യോഹന്നാൻ ദെ സന്ത മർഗരീത്ത കൊടുത്തയച്ച കത്തും അവർക്ക് ലഭിച്ചു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജനോവയിലെ കെട്ടിടങ്ങൾ ഉയരത്തിൽ പണിയാൻ കാരണമെന്ത്? നഗരം സ്ഥിതി ചെയ്തത് വളരെ ഇടുങ്ങിയ സ്ഥലത്തായതിനാലും ജനവാസം കൂടുതലായതിനാലും. ജനോവയിലെ തെരുവുകളിൽ നട്ടുച്ചയ്ക്കും സന്ധ്യയായതുപോലെ തോന്നാൻ കാരണമെന്ത്? റോഡുകളിലേക്കുള്ള ഇടവഴികൾ അത്രമേൽ ഇടുങ്ങിയതായതിനാൽ. ജനോവക്കാർ തേരിനു പകരം യാത്ര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത് എന്താണ്? മറ്റുള്ളവർ തോളിൽ ചുമന്നുകൊണ്ട് നടക്കാവുന്ന തരം കസേരകൾ. മടിയന്മാരെയും പിച്ചക്കാരെയും പുനരധിവസിപ്പിക്കാൻ ജനോവയിലുള്ള സംവിധാനം എന്താണ്? അവർക്കിഷ്ടമുള്ള തൊഴിൽ പഠിപ്പിക്കാനും ജോലി ചെയ്യാനും സൗകര്യമുള്ള ഒരു വലിയ മന്ദിരം. തൊഴിൽശാലയിൽ പരിശീലനം പൂർത്തിയാക്കി പുറത്തു പോകുന്നവർക്ക് ലഭിക്കുന്ന സഹായമെന്ത്? ഒരു നിലയുണ്ടാകുന്നതിന് വരെ കഴിയാൻ ആവശ്യമായൊരു സഹായധനം. ജനോവയുടെ ഭരണത്തലവനെ വിളിക്കുന്ന പേരെന്ത്? ദോജെ. ദോജയെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? പ്രഭുസഭയിലെ അംഗങ്ങൾ ചേർന്ന് ഓരോ 3 വർഷം കൂടുമ്പോഴും തിരഞ്ഞെടുക്കുന്നു. ഒരിക്കൽ ഭരണത്തലവനായ ആൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിബന്ധന എന്ത്? അയാൾക്ക് പിന്നീട് ഒരിക്കലും നഗരത്തിന് പുറത്തു പോകുവാൻ അനുവാദമില്ല. ആയുഷ്കാലം മുഴുവൻ നഗരത്തിനകത്ത് കഴിയണം. ജനോവ നഗരത്തിൻ്റെ കവാടത്തിന് മുകളിൽ ആരുടെ പ്രതിമയാണ് ഉള്ളത്? പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ. ജനോവയിലെ പ്രധാന വരുമാന മാർഗം എന്താണ്? കച്ചവടക്കാരും ധനപതികളും നൽകുന്ന ചുങ്കം. ജനോവയിലെ തണുപ്പ് കാരണം അൽപ്പാനുണ്ടായ ആരോഗ്യപ്രശ്നം എന്തായിരുന്നു? വാതരോഗം പിടിപെട്ടു. മലങ്കര മിഷണറിയായിരുന്ന ഏതു പാതിരിയാണ് ജനോവയിൽ വെച്ച് യാത്രക്കാരെ സന്ദർശിച്ചത്? യോഹന്നാൻ ആന്ത്രയ.